ഇന്ന് ഒരു ഓണസദ്യ ഉണ്ടാക്കുന്നത് കാണിക്കാം. ഞാൻ ഉണ്ടാക്കുന്ന വിധം. ഇതിലെ ഓരോ ഐറ്റംസും നേരത്തെ ഓരോന്നോരോന്ന് ഉണ്ടാക്കിയിട്ടൊക്കെ ഉണ്ട്. ഇതിപ്പോൾ ഇന്ന് എല്ലാം കൂടി ഒരുമിച്ച് എങ്ങനെ ഉണ്ടാക്കണം നമുക്ക്. അപ്പോൾ ആദ്യമായിട്ട് ഞാൻ സാമ്പാറിന് ഈ കുക്കറിൽ 1 കപ്പ് പരിപ്പ് ഇട്ടിട്ടുണ്ട്. അതിൽ 1 കപ്പ് വെള്ളം ഒഴിക്കുകയാണ്. അതിലേക്ക് സാമ്പാറിൻ്റെ കഷ്ണങ്ങൾ മുരിങ്ങക്കായും തക്കാളി, സവാള, വെണ്ടയ്ക്ക, ഇത്രയും സാധനങ്ങളാണ്. ഇത് ഞാൻ അതിൻ്റെ മീതയ്ക്ക് ഇടുക. അതിൽ കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് മുളക് പൊടി, ഇവിടെ ഞാൻ വറുത്ത് പൊടിച്ചിട്ടുള്ള സാമ്പാർ പൊടിയാണ് 2 സ്പൂൺ. ഞാനിത് നമുക്ക് ഇത്ര പുളിങ്ങയും ചേർത്തു. പിന്നെ ആവശ്യത്തിന് ഉപ്പും ചേർത്തു. കുക്കർ അടച്ചിട്ട് നമുക്ക് 1 വിസിൽ വരെ അത് വേവിക്കാം. അപ്പോൾ സാമ്പാർ അവിടെ ഇരുന്നാൽ മതി. അതോടൊപ്പം നമുക്ക് ഓലനും എലിശ്ശേരിക്കുള്ള പയർ ഒരുമിച്ച് വൻപയറാണിത് വേവിച്ചെടുക്കുന്നത്. ഇത് നമുക്ക് പകുതി പയർ ഓലന് വേണ്ടിയിട്ട് മാറ്റാം. 1 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് ഇതും കുക്കർ അടച്ച് വെച്ച് ഇതിനൊരു 3 വിസിൽ വരുന്നത് നമുക്ക് ഇതവിടെ ഇന്ന് വേവട്ടെ. അവിയലുണ്ടാക്കാനുള്ള കഷ്ണങ്ങളാണ്. എല്ലാ കഷ്ണങ്ങളുണ്ട്. മുരിങ്ങയ്ക്ക, വെള്ളരിക്ക, കായ, ചേന, പപ്പായ, പയർ എല്ലാം ഉണ്ട്. അപ്പോൾ അത് നമുക്ക് ഈ അടുപ്പത്ത് വെച്ചിട്ട് വേവിക്കാം. 3-4 വിസിൽ വന്നു. അപ്പോൾ നമുക്ക് പയർ വന്നിട്ട് അത് മാറ്റി. നമുക്ക് അവിയലിൻ്റെ കഷ്ണങ്ങൾ വയ്ക്കാം. സാമ്പാർ 2 വിസിൽ വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് മാറ്റി വയ്ക്കാം. രാവിലെ അടുപ്പത്ത് നമ്മൾ ഇത് പപ്പായയാണ് വെച്ചേക്കുന്നത്. പപ്പായയും പയറും കൂടിയിട്ടാണ് എനിക്ക് ഉണ്ടാക്കുന്നത്. അപ്പോൾ പയർ ഇതിൽ വേവുന്നുണ്ട്. പപ്പായ നമുക്ക് വേവിക്കാം. കുറച്ച് വെള്ളം ഒഴിക്കാം. അവിയലിൻ്റെ കഷ്ണങ്ങൾ നന്നായി വെന്തിട്ട് വെള്ളമൊന്നുമില്ല. അത് നമുക്ക് ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇടാം, കുറച്ച് മുളക് പൊടി ഇടാം, ഉപ്പിട്ടിട്ടുണ്ട് പാകാൻ നോക്കും. പിന്നെ നമുക്ക് ഇതിലേക്ക് അവിയലിലേക്ക് അരച്ചിട്ടുള്ളത് നാളികേരം, ഉള്ളി, ജീരകം, പച്ചമുളക്, പിന്നെ മോരും കൂടി അരച്ചതാണ്. ഇത് നമുക്ക് ഈ മസാല കിട്ടും. ഒന്ന് അടച്ച് വയ്ക്കാം. തുറന്നു നോക്കാം. ഇനി ഇതിലേക്ക് ധാരാളം കറിവേപ്പില ഒഴിക്കണം. ഒരു 2 സ്പൂണ് പച്ച വെളിച്ചെണ്ണ ഒഴിക്കണം.
പയറ് തുറന്നു നോക്കാം. നമുക്ക് അടുപ്പത്തേക്ക് ഓലൻ്റെ കഷ്ണം വയ്ക്കാം. ഓലൻ കുമ്പളങ്ങ കൊണ്ടാണ് ഓല ഉണ്ടാക്കുന്നത്. വളരെ കുറച്ച് മാത്രം വെള്ളം ഒഴിക്കും. ഓലനിലേക്കുള്ള പയർ നമുക്ക് മാറ്റി വയ്ക്കാം. പപ്പായയും വെന്തിട്ടുണ്ട്. പയറും കൂടിയിട്ടാണ് എരിശ്ശേരി. പപ്പായ പയറില്ല. എരിശ്ശേരി ഉണ്ടാക്കാനാണ്. അപ്പോൾ ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് മുളക് പൊടി, പിന്നെ ആവശ്യത്തിന് ഉപ്പും ചേർത്തിട്ട് വേവിക്കാം. എലിശ്ശേരിയിൽ ചേർക്കാനായിട്ട് ഞാൻ നാളികേരം, ജീരകവും ഒരു കഷ്ണം ഉള്ളിയും കൂടി അരച്ചാണ്. അത് 2 സ്പൂൺ ഇതിലേക്ക് ചേർക്കണം. വെള്ളമില്ലാത്ത കറിയാണ് എലിശ്ശേരി. ഈ പപ്പായ നല്ല മെഡിസിനൽ വാല്യൂ ഉള്ള നല്ലൊരു വെജിറ്റബിളാണ്. ധാരാളം പപ്പായ കഴിക്കണം. പഴുത്തതും പച്ചയൊക്കെ ആയിട്ട് ധാരാളം കഴിക്കണം. എനിക്ക് വെജിറ്റബിളിൽ വെച്ചിട്ട് ഏറ്റവും ഇഷ്ടമുള്ള വെജിറ്റബിളാണ് പപ്പായ. അപ്പോൾ എലിശ്ശേരി റെഡി. സാമ്പാർ റെഡിയായി കഴിഞ്ഞപ്പോൾ പരിപ്പൊക്കെ നന്നായി ചെയ്യുന്നുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഇതിൽ വറുത്തിടണം. സാമ്പാറിൽ എലിശ്ശേരിയിലും വറുത്തിടണം. നാളികേരം, കടുകൊക്കെ ഇതിൽ കടുക് വറുത്തിടൽ നമ്മൾ അവസാനം ചെയ്യും. ഇനി ഓലയും നോക്കാം. കുമ്പളങ്ങ ഓലനുണ്ടാക്കാൻ കുറച്ച് വെള്ളം ഒഴിച്ചത്. കുമ്പളങ്ങ വന്നിട്ട് നമുക്ക് ഈ പയർ ഇതിലേക്ക് ചേർക്കാം. സാമ്പാർ വാങ്ങി വെച്ചതിന് ശേഷം നമുക്ക് കായപ്പൊടി ചേർക്കാൻ മതി. സാമ്പാർ പൊടിയിൽ കായം ചേർത്തിട്ടുണ്ട്. എന്നാൽ ഓലനിലേക്ക് നമുക്ക് കുറച്ച് പാൽ ഒഴിക്കാം. നാളികേരപ്പാൽ. പാലൊഴിക്കുന്നേക്കാളും മുമ്പ് അതിൽ വെള്ളറ്റ് കൂടിയും തോന്നുകയാണെങ്കിൽ കുറച്ച് വെള്ളം നമുക്ക് അതിന് മാറ്റാം. അപ്പോൾ ഓലൻ റെഡി ആയിട്ടുണ്ട്. പച്ചമുളക് ഇടാൻ മറന്നുപോയി. ഒരു പച്ചമുളക് ഇടണം. ഇത് വറവിടൊന്നും വേണ്ട. വെറുതെ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചാൽ മതി. കരിവേപ്പില ഇടണം. അപ്പോൾ ഓലനും റെഡിയായി. ഇനി അടുത്തത് നമുക്ക് നേന്ത്രക്കായ കൊണ്ട് കാളൻ ഉണ്ടാക്കാം. അപ്പോൾ 2 നേന്ത്രക്കായ ഉണ്ട്. അതിലേക്ക് 1 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് അതൊന്ന് വേവിച്ചെടുക്കാം. ഇത് ഒരു 2 വിസിൽ വരുന്നവരെ ഒന്ന് വേവിട്ട്. മറ്റേ അടുപ്പിൽ പ്രഷർ കുക്കറിൽ ഞാൻ പച്ചടി ഉണ്ടാക്കാൻ പൈനാപ്പിളാണ് അരിഞ്ഞ് വെച്ചിരിക്കുന്നത്. പൈനാപ്പിൾ പച്ചടി.
പച്ചരി നമുക്ക് ഉപ്പ് ചേർത്ത് വേവിച്ചെടുക്കാം. ഒരു 1/2 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് 2 വിസിൽ വരെ വേവിക്കും. വെയിറ്റ് ഇട്ടിട്ട് 2 വിസിൽ വരെ പച്ചരി ഒഴിക്കണം. ആദ്യം കുറച്ച് വെള്ളം തിളയ്ക്കാൻ വെച്ചിട്ടുണ്ട്. അതിൽ കുറച്ച് പച്ചമുളക്, ഉപ്പും മഞ്ഞൾപ്പൊടി, കുറച്ച് മുളക് പൊടി, കുറച്ച് കുരുമുളക് പൊടി, ഇങ്ങനത്തെ നമ്മൾ കാളൻ കുറുക്കാൻ വേണ്ടി വെച്ചത് തുറന്നു നോക്കിയപ്പോൾ നന്നായി വെന്തിട്ടുണ്ട്. ഈ വെന്തക്കായ ഇടിക്കും. നല്ലതായിട്ട് തിളക്കട്ടെ. നമുക്ക് ഇതിലേക്ക് ഈ മോര്, 1 കപ്പ് മോര് കലക്കി ഒഴിക്കാം. ഇതിലേക്ക് നമുക്ക് നാളികേരം, ജീരകം, പച്ചമുളക്, കറിവേപ്പില കൂടെ അരച്ചത് കുറച്ച് ചേർക്കാം. ഒരു 1/2 സ്പൂൺ ഉലുവ പൊടിച്ച് ചേർക്കാം. നമ്മുടെ കായ കൊണ്ടുണ്ടാക്കിയിട്ടുള്ള കാളൻ റെഡിയായി കഴിഞ്ഞു. മോര്, നാളികേരം അരച്ചതെല്ലാം ചേർത്തു. നമുക്കിതിൽ വറുത്തതും കൂടി ചെയ്യാം. ബീട്രൂട്ട് തോരനുണ്ടാക്കണം. എണ്ണ, കടുക്, ഉഴുന്നുപരിപ്പ്, ഒരു ചുവന്ന മുളക്, ആവശ്യത്തിന് കറിവേപ്പില. കറിവേപ്പില എല്ലാ കറിയിലും നല്ലോണം ചേർക്കണം. ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം.
അടച്ച് വെക്കും. ഇനി നമുക്ക് ഈ സാമ്പാറിലേക്കും എരിശ്ശേരിയിലേക്കും ഓരൊഴിച്ച് വെക്കാൻ കാളൻ കുറുക്കിയിലേക്കും അതിൽ മൂന്നിലേക്കും കൂടി ഒരുമിച്ച് ഉണ്ടാക്കാം. കടുക്, ചുവന്നുള്ളി, കുറച്ച് ഉലുവ. എലിശ്ശേരിയിൽ ഉലുവ വേണ്ട, ഇത് നമുക്കൊന്ന് സാമ്പാറിലേക്കും കാളിലേക്കും മാത്രം അതെടുത്ത് മാറ്റാം. ബീട്രൂട്ട് തോരൻ റെഡി ആയിട്ട് കുറച്ച് അറിയാം. ഈ കഷ്ണങ്ങളൊക്കെ ഞാൻ തലേ ദിവസം തന്നെ ഓരോന്നും സാമ്പാറിനും അവിയലിനൊക്കെ ഉള്ളത് അരിഞ്ഞിട്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു. പിറ്റേ ദിവസം രാവിലെ എഴുന്നേറ്റിട്ട് ഞാൻ ആദ്യം ചെയ്തത് എല്ലാറ്റിലേക്കുള്ള അരച്ച് റെഡിയാക്കി. അപ്പോൾ കഷ്ണം അരച്ചതൊക്കെ അടുത്തുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഓരോ കറികളുണ്ടാക്കാം. 2 മണിക്കൂറിനുള്ളിൽ ഓണസദ്യ റെഡിയാക്കാം. ഞങ്ങൾക്കൊരു ഫാമിലി ഉണ്ട്, ഭക്ഷണം കഴിക്കാൻ വിളിച്ചിട്ടുണ്ട്. അവർ വരും. ഒരു 6 പേർക്കുള്ള ഭക്ഷണമാണ് ഇപ്പോൾ ഞാൻ ഉണ്ടാക്കി. സാമ്പാറിൽ വറുത്തിട്ടു,